മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഉണ്ട്, ഇഷ്ടം പോലെ ചെയ്തോളാം. മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് എന്ന നിലയ്ക്ക് യെസ്, ഞാൻ തീരുമാനിച്ചു. കുട്ടി ഇവിടെ നിൽക്കട്ടെ. ശരി, സമ്മതിച്ചു. ബട്ട് കുട്ടിയാരും നോക്കും? ആ തള്ളയാണെങ്കിൽ ഞാൻ നോക്കും. എന്തായാലും അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മൾ ഡോക്ടർമാരുമാണ്. യെസ്, ഐ നോ. ഇതാ കുഴപ്പം. രണ്ടെണ്ണം അടിച്ചാ ഒന്ന് പെരുമാറിയില്ലല്ലേ, ഒരു സുഖവുമില്ല. കൈ ധരിക്കുന്നു. മുമ്പൊക്കെ എന്ത് സുഖമായിരുന്നു, ഇഷ്ടം പോലെ പെരുമാറാം. അത് സത്യ. പൂസായ ഒന്ന് പൂശണം, അതിനൊരു താപ്പുമില്ല. ഈ പകയനാണെങ്കിൽ മാറ്റം പോണൂല്ല. പാവങ്ങള്, നിങ്ങൾക്ക് എന്താ? താൻ പോണു അവിടുന്ന്. പ്രാന്തന്മാരെ തല്ലണം, അതൊരു ട്രീറ്റ്മെന്റ്. ഷോക്ക് കൊടുക്കുന്ന പോലെ നമുക്കൊരു സുഖവും. ഏത് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സുഖവും. സാധനമുണ്ട് ഒരു തുള്ളി. ഉള്ളഞ്ഞ ഞാനേ ഒന്ന് തപ്പട്ടെ. ഈയൊക്കെ എന്താ? ഇപ്പൊ ആ കുട്ടിക്ക് പേരിടണം അത്രേ. ഇതെന്താ അയാളുടെ ഭാര്യയാണോ? അതുകൊണ്ട് എന്താ ഡോക്ടർ, ഒരു പേര് വേണ്ടേ? വേണം, ഒരു നമ്പർ ആയാലും. അതിനാ കുട്ടി കൊടുത്ത പേഷ്യന്റ് അല്ലല്ലോ. ദെൻ വാട്ട്സ് റെമഡി? പേരെന്തായാലും പേരിടാം. പിന്നെ ചോറൂണും. ശരിക്കും ഒക്കെ ഭ്രാന്താ. ഇവിടെ വന്നു പെട്ടതേ കഷ്ടകാലം. ആ കുതിരവട്ടത്തോ അല്ലെങ്കിൽ എന്ത് പറ്റിയ ഡോക്ടർ? ഇന്ന് ഇടം തിരിഞ്ഞാണോ എണീറ്റത്? ഇടത്തും വലത്തൊന്നും അല്ല ഡോക്ടറെ, ഇത് ചിക്കിളി കിട്ടാത്തതിന്റെ കുറവാ. നിന്റെ കുഞ്ഞിൻ്റെ പേര് ഒരു പ്രാവശ്യം അതിൻ്റെ കാലിലൊന്ന് വിളിച്ചേ. മാനസി. നിന്റെ കുഞ്ഞല്ലേ, ഒരു പ്രാവശ്യം നിനക്ക് വിളിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം അതിൻ്റെ കാലിലൊന്ന് വിളിച്ചേ. നിന്റെ കുഞ്ഞല്ലേ മാനസി, വിളിക്കേ. നിനക്ക് പറ്റും. ഒരൊറ്റ പ്രാവശ്യം വിളിക്ക് മാനസി. മാനസി, മാനസി, മാനസി. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണില പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കുഞ്ഞിനെ കൺചിമ്മി നോക്കി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽനിലാവില്ല. ഈ തെരുവിനോരനാഥയെ തന്നിട്ട് പോയവൾ നോവും നിറമാറുമാ.
സ്ത്രീയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി. കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം, ഉദരത്തിലൊരു തുള്ളി ബീജം. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു, ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യ മാർജാരവർഗം. ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ തേങ്ങുന്ന മൗനമായി ഭ്രാന്തി. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം, എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. ഡോക്ടർ, ഈ കില്ലേരി എന്നുള്ളത് അവരുടെ പേരാവാനല്ലേ സാധ്യത? സാധ്യതയില്ല. അവൾക്ക് വളരെ സുപരിചിതമായ ഒരു വാക്ക്, അതുമല്ലെങ്കിൽ അവളുടെ മനസ്സുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശബ്ദം. അവരുടെ മുഖത്തുള്ള 3 പച്ച കുത്തുകൾ ശ്രദ്ധിച്ചു. അതിപ്പോ എല്ലാരും പച്ചകുത്താറുണ്ട്. ദാറ്റ് കൺഫ്യൂസസ് മീ. പിന്നെ എൻ്റെ സംശയം, ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികളെ പുള്ളികുത്തി നാട് കടത്തുന്ന ഒരു പ്രാകൃത സമ്പ്രദായമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ആ, ആയിരിക്കാം.